ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു 2 രൂപ കോയിനെ കുറിച്ചാണ്. ഇതൊരു സാധാരണ 2 രൂപ കോയിനല്ല, വലിയൊരു ചരിത്രം തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 രൂപ കോയിന് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും ചിലവാക്കരുത്, നിങ്ങളത് സൂക്ഷിച്ചു വെക്കുക. കാരണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പോണത് ഇന്ത്യയുടെ വലിയൊരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കോയിനാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ചെറുതായിട്ടുള്ളൊരു രൂപം പറഞ്ഞുതരാം. 2010 ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്ന കോമൺവെൽത്ത് ഗെയിംസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു 2 രൂപ കോയിന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഈ ഒരു 2 രൂപ കോയിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും കണ്ടും ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും കണ്ടും ഏകദേശം നമുക്കൊന്ന് മനസ്സിലായിട്ടുള്ള ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂവിനൊക്കെ കുറിച്ചും കണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ദയവ് ചെയ്ത് കണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം നമുക്കും ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ നിങ്ങളുടെ പ്രോത്സാഹനം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ചിലവില്ലാത്തൊരു കാര്യമാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ഞെക്കി വിട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് കണ്ട് സംസാരിച്ച് തുടങ്ങാം. 2010 ഒക്ടോബർ 3 മുതൽ 14 വരെ ആയിരുന്നു ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. 71 രാജ്യങ്ങളിൽ നിന്ന് 6000-ലധികം അത്ലറ്റ്സ് ആയിരുന്നു അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്, അതും 17 സ്പോർട്സ് ഇവൻസിൽ. അതുമാത്രമല്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര സ്പോർട്സ് ഇവൻസ് കൂടെ ആയിരുന്നു ഈ ഒരു 2010 കോമൺവെൽത്ത് ഗെയിംസ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷം കൂടെയായിരുന്നു. പക്ഷേ അന്ന് ഒരുപാട് വിവാദങ്ങൾ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ ഡിലേ, കറപ്ഷൻ ചാർജ്, ബഡ്ജറ്റ് ഓവർഷൂട്ട്, അങ്ങനെ കുറച്ച് വിവാദങ്ങൾ അന്ന് അടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്പോർട്സ് വൈസ് നമ്മൾ നോക്കുമ്പോൾ വളരെ അഭിമാനകരമായ നിമിഷമാണ് അന്നും ഇന്നും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 2 രൂപ കോയിന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നതും. ഇനി നമുക്ക് നേരെ ഈ ഒരു കോയിനെ കുറിച്ച് കണ്ട് സംസാരിക്കാം. ഇതൊരു കൊമ്മമറേറ്റീവ് 2 റുപ്പി കോയിനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് കൊമ്മമറേറ്റീവ് കോയിൻ എന്നുള്ളത്. കൊമ്മമറേറ്റീവ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോയിന് നോർമൽ യൂസിനല്ല അവർ ആക്ച്വലി ഇറക്കിയിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഒരു ചരിത്രത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കോയിൻ്റെ മുൻവശത്ത് നമുക്ക് എല്ലാ കോയിൻസിലും കാണാൻ പറ്റുന്ന പോലെ അശോക പില്ലറിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിൻവശത്ത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം ആണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കോയിനാണെന്ന് പറയാനുള്ള മെയിൻ കാരണം. പിന്നെ ഇതിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം തന്നെയാണ്. കാരണം ഇത് 2010 കോമൺവെൽത്ത് ഗെയിംസിനെ ഓർമ്മിപ്പിക്കാനാണ്. പക്ഷേ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണുമ്പോഴും ആ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ഓർമ്മിക്കാനുള്ള ഒരു ചാൻസ് കൂടെയാണ് ഈ ഒരു കോയിനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര മെമ്മറബിളാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കുക. കാരണം ഫ്യൂച്ചറിൽ ഇതൊക്കെ നല്ല വാല്യൂ ഉള്ള ഒരു കോയിൻ കൂടെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ പറയാൻ പോണത് നിങ്ങളൊക്കെ കാത്തിരുന്ന സംഭവം തന്നെയാണ്, ഇതിൻ്റെ വാല്യൂവിനെ കുറിച്ചും കണ്ട്. ആക്ച്വലി നോർമലി നമുക്ക് വരുന്ന 2 രൂപ കോയിൻസിനൊക്കെ 2 രൂപ തന്നെയാണ് വാല്യൂ വരാറുള്ളത്. പക്ഷേ ഇത് ഹിസ്റ്റോറിക്കലി കുറച്ചൊക്കെ സ്പെഷ്യാലിറ്റീസും ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ളൊരു കോയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പല വെബ്സൈറ്റുകളും വെച്ച് കണ്ട് സെല്ലായിട്ടുള്ള പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 100 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കറണ്ട് വാല്യൂ വന്ന് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാവും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലൊക്കെ ഈ കോയിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു 2 രൂപ കോയിനെ കുറിച്ച് കണ്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.